നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കളിസ്ഥലങ്ങൾ കുറഞ്ഞു വരുന്നുവെന്ന പരാതികളൊക്കെ ഒരുപാട് കാലം മുമ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ടർഫുകളൊക്കെ ഒന്നുകൂടി ആ പരാതി കുറച്ചൊക്കെ ഒന്ന് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിലും നാട്ടിലെ ഒരു ഗ്രൗണ്ടിലും അല്ലെങ്കിൽ ഒരു പറമ്പിൻ്റെ ഇടയിലൊക്കെ കളിക്കുന്നതിൻ്റെ സുഖം ഒന്ന് വേറെയാണ്. തൻ്റെ പേരിലുള്ള അത്യാവശ്യം ലക്ഷങ്ങളൊക്കെ വിലമതിക്കുന്ന ഭൂമി നാട്ടിലെ പിള്ളേർ കളിച്ച് പഠിക്കട്ടെ അല്ലെങ്കിൽ കളിച്ച് വളരട്ടെ എന്ന് തീരുമാനിച്ച് ഒരു വലിയ ഗ്രൗണ്ടിന് വേണ്ടി വിട്ടുകൊടുക്കുകയാണ് ഒരു സംരംഭകൻ. വൈത്തിരിയിലെ ഹണി മ്യൂസിയം ഉടമയാണ് അദ്ദേഹം. തേനിലൂടെയാണ് അദ്ദേഹം ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ തേനിൻ്റെ മാധുര്യം നിറഞ്ഞ ഒരു പ്രവൃത്തി അദ്ദേഹം നടത്തുകയാണ്. ഉസ്മാൻ മദാരി അദ്ദേഹമാണ് ഗ്രൗണ്ട് നിർമ്മിക്കാനായി യുവാക്കളെ കായിക ലഹരിയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ സ്ഥലം വിട്ടു നൽകുന്നു. വർഷങ്ങളായി തേൻ വിൽപ്പന രംഗത്ത് പ്രവർത്തിക്കുന്ന ഉസ്മാൻ മദാരി പഴയ വൈത്തിരിയിലെ ഹണി മ്യൂസിയത്തിൻ്റെ ഉടമയാണ്. നാട്ടിലെ യുവാക്കൾക്ക് ഫുട്ബോൾ കളിക്കാൻ സൗജന്യമായി ഭൂമി വിട്ടു നൽകി തേനിൻ്റെ മാധുര്യം സ്വന്തം പ്രവൃത്തിയിലും പകർത്തുകയാണ് മദാരി. ദേശീയപാതയ്ക്കടുത്ത് ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഭൂമിയാണ് വിട്ടു നൽകിയത്. ആദ്യം നൽകിയ സ്ഥലം തികയാതെ വന്നപ്പോൾ കുറച്ച് ഭൂമി കൂടി നൽകി. പിതാവ് കോയ മദാരിയുടെ ഓർമ്മയ്ക്കായാണ് ഭൂമി വിട്ടു നൽകിയതെന്ന് ഉസ്മാൻ മദാരി പറയുന്നു. ലഹരി വസ്തുക്കളൊക്കെ ഉപേക്ഷിച്ച യുവതലമുറ സ്പോർട്സിൻ്റെ ലഹരിയിലേക്ക് മാറണമെന്നാണ് ആഗ്രഹം. ഇവിടെയൊക്കെ നെൽപ്പാടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിൽ ഫുട്ബോളും ക്രിക്കറ്റും മറ്റ് കായിക മത്സരങ്ങളും വടംവലിയൊക്കെ നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. പക്ഷേ ഈടായിട്ട് ഇതിനൊന്നുള്ള സൗകര്യം ഇവിടെ ഇല്ലാതായി. ഒരു 3 കിലോമീറ്റർ 4 കിലോമീറ്റർ പോയിട്ട് വേണം കുട്ടികൾക്ക് കളിക്കാൻ. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇവിടെ കൃഷിഭവൻ്റെ ചെറിയൊരു കോമ്പൗണ്ടിൽ കുട്ടികൾ ഫുട്ബോളും ക്രിക്കറ്റൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയും കളിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഇതിന് കൂടുതൽ സ്ഥലം ആവശ്യമായി വന്നപ്പോൾ നാട്ടുകാരെല്ലാം കൂടെ ഒരു ജനകീയ ഗ്രൗണ്ട് കമ്മിറ്റി രൂപീകരിക്കുകയും ആ ഗ്രൗണ്ടിന് വേണ്ടിയിട്ടുള്ള സ്ഥലം ഏറ്റെടുക്കാൻ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളൊക്കെ വാങ്ങിയെടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഈ സമയത്താണ് എൻ്റെ അടുത്ത് വരുന്നത്, ഈ സ്ഥലം സ്പോൺസർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചിട്ട് അങ്ങനെ ആദ്യഘട്ടത്തിലുള്ള സ്ഥലം എടുക്കുകയും അത് സ്പോൺസർ ചെയ്യുകയും എൻ്റെ ഫാദറിൻ്റെ പേരിൽ ഈ ഒരു ഗ്രൗണ്ട് അറിയപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കുകയും ചെയ്തു. പഴയ വൈത്തിരിയിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ കളിസ്ഥലമുണ്ടെങ്കിലും പരിമിതമായ സൗകര്യങ്ങളേ ഉള്ളൂ. ഈ സാഹചര്യത്തിലാണ് പുതിയ ഫുട്ബോൾ ഗ്രൗണ്ട് നിർമ്മിക്കാൻ നാട്ടുകാർ മുന്നിട്ടിറങ്ങിയത്. മാതൃഭൂമി ന്യൂസ്, വയനാട്. കമലുണ്ട് വയനാട്ടിൽ നിന്ന്. കമൽ, വലിയ കാര്യമാണല്ലേ ഇത്രയും സ്ഥലമൊക്കെ നാട്ടിലെ പിള്ളേർ കളിച്ച് വളരട്ടെ എന്ന് വിചാരിച്ച് കൊടുക്കുന്നത്. വലിയ മനസ്സാണ് അദ്ദേഹത്തിൻ്റെ. തേൻ ബിസിനസ് നന്നായി പോട്ടെ അല്ലേ, ഈ മനസ്സും ഒരുപാട് ഉയരങ്ങളിലേക്ക് പോട്ടെ. പഴയ വൈത്തിരിയിൽ തന്നെ ജനിച്ചു വളർന്ന ഒരാളാണ് ഉസ്മാൻ മദാരി. അദ്ദേഹം ആദ്യകാലം മുതൽ തന്നെ ഈ തേനിൻ്റെ ബിസിനസ്സായിരുന്നു, തേൻ വിൽപ്പനയൊക്കെയായിരുന്നു. പിന്നീട് അദ്ദേഹം അതിൽ പടിപടിയായി ഉയർന്ന രാജ്യത്തിൻ്റെ പല ഭാഗത്തും പോയി പലവിധം തേനുകളെക്കുറിച്ച് പഠിച്ചു, തേൻ ശേഖരിക്കുന്നതിനെക്കുറിച്ച് പഠിച്ചു. അങ്ങനെ വിനോദസഞ്ചാരമൊക്കെ വളർന്ന കാലത്ത് പഴയ വൈത്തിരിയിൽ ഒരു ഹണി മ്യൂസിയം തന്നെ അദ്ദേഹം തുടങ്ങി. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ മുമ്പ് വാർത്ത ചെയ്തിട്ടുള്ളതാണ്. അതൊന്ന് കാണേണ്ട ഒരു സംരംഭം തന്നെയാണ്. കാരണം പലതരം തേനുകൾ, അതുപോലെ തേനിനെക്കുറിച്ച് പഠിക്കാനുള്ള സൗകര്യം, അതുപോലെ തേനിൻ്റെ ബൈ പ്രൊഡക്ട്സ് പലതരം, അങ്ങനെ പലതുമുള്ളൊരു മ്യൂസിയമാണ് അദ്ദേഹം സ്വന്തം നാട്ടിൽ തന്നെ നടത്തുന്നത്. അതിനൊപ്പമാണ് ഈ ഒരു സാമൂഹ്യ സേവനം കൂടി. നാട്ടിൽ യുവാക്കൾക്ക് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി ഗ്രൗണ്ട് നിർമ്മിക്കാൻ ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള സ്ഥലമാണ് ഉസ്മാൻ മദാരി വിട്ടു നൽകിയത്. പിതാവ് കോയ മദാരിയുടെ ഓർമ്മയ്ക്കായി ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. മാത്രമല്ല അദ്ദേഹം വലിയൊരു സന്ദേശം കൂടി നൽകുന്നു. നാട്ടിൽ ലഹരി ഉപയോഗമൊക്കെ വല്ലാതെ വർദ്ധിക്കുന്ന കാലമാണ്. ആ ലഹരിയൊക്കെ ഉപേക്ഷിച്ച് യുവാക്കൾ സ്പോർട്സിൻ്റെ ലഹരിയിലേക്ക് മാറട്ടെ, കളിച്ചു വളരട്ടെ, ലഹരി മുഴുവൻ കളിയിലാകട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. ആദ്യം കുറച്ച് സ്ഥലം നൽകി കമ്മിറ്റിക്കാരൊക്കെ ചോദിച്ചപ്പോൾ പിന്നീട് അത് മതിയാകില്ല എന്ന് വന്നപ്പോൾ അവർ വീണ്ടും ഉസ്മാൻ മദാരിയെ സമീപിച്ചു. അപ്പോൾ വീണ്ടും കുറച്ച് സ്ഥലം കൂടി അദ്ദേഹം നൽകി. എന്തായാലും പഴയ വൈത്തിരിയിലെ യുവാക്കൾക്ക് ഫുട്ബോൾ കളിക്കാൻ ആ ഗ്രൗണ്ട് എത്രയും പെട്ടെന്ന് മനോഹരമായ ഗ്രൗണ്ടായി മാറട്ടെ അല്ലെ, അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരിൽ തന്നെ ആ നാട്ടിൽ അറിയപ്പെടട്ടെ. കൂടുതൽ ആളുകൾ അതിലൂടെ കളിച്ച് വളരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.